നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വെറുതെ അങ്ങനെ അരീക്കോടൊക്കെ ഇറങ്ങിയത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അരീക്കോട് ഫെസ്റ്റ് ഒരു സംഗതി തുടങ്ങിയെന്നോരോ അവിടത്തൊക്കെ ഉള്ളത് നമുക്ക് പോയൊക്കെ മറ്റേ കറങ്ങണ കൊട്ടുണ്ട് മറ്റേ തോണിൻ്റെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ മീനും അച്ചക്കത്തെ ജന്തുക്കളൊക്കെ ഉണ്ടാകാൻ മതി, ഏതായിട്ട് നമുക്കൊന്ന് പോയൊക്കെ കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ 2 ചങ്ങായിമാരും നേരെ വിട്ടിട്ട് അരീക്കോട് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നിട്ട് ആദ്യം തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് 30 റുപ്യാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ ഇട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആദ്യം തന്നെ കുറേ ജന്തുക്കളായിട്ടോ കാണിച്ചു തന്നത്. ഈ കിളിക്ക് ഭയങ്കര പൊറുതിയിടാണ് കേട്ടോ. പിന്നെ നോക്കിയാണെങ്കിൽ അവിടെ പാറണ ജാതി അണ്ണാങ്കോട്ടനൊക്കെ ഉണ്ടായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് നമ്മൾ പാമ്പിൻ്റെ അടുത്ത് കേട്ടോ. ആഫ്രിക്കൻ മലമ്പാമ്പോ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞിട്ട് ഏതായിട്ട് ഈ പാമ്പിന് ഞാൻ ഏതായിട്ടോ ഇതിനെ കണ്ടപാടന്നെ കജ്ജി വാങ്ങി പിടിച്ചോക്കി ഇട്ടോ. കജ്ജി വാങ്ങിയിട്ട് നല്ലൊരു പഞ്ഞിക്കട്ട കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചേക്കത്തെ വലിയ പുള്ളത്തിണ്ടായിട്ടോ, അതിൻ്റെ പേരെത്താന്ന് ഞമ്മക്ക് കൂടിയില്ലേ. ഏതായിട്ടും ആ ചേക്കത്തെ ഒരു ജന്തു അതുണ്ടായിട്ടോ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ നോട്ടക്കിൻ്റെ ചട്ടമലൊക്കെ ഉണ്ടായില്ലേ ചേക്കത്ത്. അതിന് തിന്നാൻ കൊടുക്കുന്ന സൂര്യകാന്തിൻ്റെ വിത്തൊക്കെ ഇട്ടോ. ഞമ്മക്ക് തന്നെ കിട്ടില്ല ജാതിയൊന്നും, നമ്മൾ റേഷൻ പീടിയ തൈരിയായിട്ട് തിന്നുക. റിച്ച് ലൈഫ് തന്നെ അതിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയിട്ടോ ചാറ്റിൽകൊട്ടൻ്റെ അടുത്തേക്ക്. അതിൻ്റെ താഴത്ത് പോയി ഇങ്ങനെ നോക്കി കുത്തിർന്നിട്ട് ആദ്യം തന്നെ എന്തൊരകരം മക്കളെ, കുറേ കാലമായിട്ട് ഉച്ചക്കത്തേലും ഒന്ന് കയറണം എന്നിങ്ങനെ വിചാരിച്ച് മുട്ടി നിൽക്കണ്. അങ്ങനെ പഠിച്ച സൂറത്ത് മുഴുവൻ ഓതിയായിട്ട് ഞാനും കയറി കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കയറുന്നത്. അതിൻ്റെ നിറവൊന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ നട്ടം തിരിച്ചിനെ കാറ് ഇങ്ങനെ കറങ്ങണുണ്ട് കേട്ടോ. കയറിയപ്പോൾ ഒക്കെ ഏതായിട്ട് നല്ല ഊറ്റും പൊലിവും ഉണ്ട് കേട്ടോ. ചെക്കൻ്റെ കയ്യും വറക്കുണ്ട്, എൻ്റെ കയ്യും വറക്കുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സ്പീഡ് കൂടിട്ടോ. സ്പീഡ് കൂടിയ നിറവൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പള്ളയെ കത്തിക്കാളൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും ഇതൊക്കെ ലൈഫിൽ ഒരട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കയറി നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് നിഷാനെ എക്സ്പീരിയൻസ്. അതെ ഇത് പോര് തോണി കയറല്ലേ നിഷാനെ, തോണി കയറാൻ. അങ്ങനെ ചാറ്റിൽകൊട്ടയിൽ കയറിയപ്പോൾ തന്നെ ഓൻ്റെ കുറ്റം കഴിഞ്ഞിട്ടോ. ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് തോണി കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും നിറവത്ത് ഒതുക്കുമല തന്നെ പോയി കുത്തിർന്നിട്ടോ. ആ ഒതുക്കുമല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ താത്താരും കുട്ടികളും ഒക്കെ മുന്നേ കുത്തിരിക്കുന്നുണ്ടിട്ടോ. കുറേ ചേച്ചിമാരും കുട്ടികളും ഒക്കെ ഉണ്ടിട്ടോ. ആന നുളച്ചുമ്പോണ്ടാണ് ഒരു ഒച്ചല്ലേ, അതിൽ ഒച്ച അങ്ങോട്ട് തുടങ്ങിയിട്ടത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിംഹത്തിൻ്റെ ഗർജനം കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇട്ടോ. അങ്ങനെ ഒച്ചയും പൊളി നായാട്ടമൊക്കെ ആയിട്ട് തോണിയിലും ഞാൻ കയറിയിട്ട മക്കളെ. എത്തും പറയല്ല കേട്ടോ മക്കളെ, സൂപ്പറായിട്ട് സംഗതി. അപ്പം ഇച്ചേക്കത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അരീക്കോടൊക്കെ നേരെ വണ്ടി പോകുന്നോളിട്ടോ. അരീക്കോട് ബസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പള്ളയെ കത്തി കാളൽ മാറ്റാൻ വേണ്ടി പിന്നെ നേരെ പോയാട്ട് അപ്പുറത്തുള്ള പീടിയെ പോയി ഒരു സർവത്ത് പിടിച്ച് പേരേക്ക് വന്നിട്ടോ.